കഴിഞ്ഞ 10-50 വർഷമായിട്ട് ക്ലീനപ്സും റീസൈക്ലിങ്ങും പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ റീസൈക്ലിങ്ങും 9% മാത്രമേ ആവുന്നുള്ളൂ. ടൂറിസം എവിടെയുണ്ട് അവിടെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. നാളെ എനിക്ക് 10 മിനിറ്റിനുള്ളിൽ വീട്ടിൽ ഡെലിവറി വേണമെന്ന ആവശ്യമാണോ അത് ഭൂമി രക്ഷിക്കുന്നതാണ് ആവശ്യമാണ്. 2030 ആകുമ്പോൾ 50 ആകുമ്പോൾ വെള്ളത്തിലെ ഫിഷിനെക്കാളും കൂടുതൽ പ്ലാസ്റ്റിക് ആണെന്ന് ഇപ്പം സ്റ്റാറ്റ്സ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ഗ്രാജുവേറ്റ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഞാനൊരു സ്റ്റെപ്പ് എടുക്കുന്നു, ഒരു പ്ലാസ്റ്റിക്കിന് ഒരു ലൈഫ് കൊടുക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റെപ്പ് കൊടുക്കുന്നു, പ്ലാസ്റ്റിക് തിരിച്ച് മണ്ണിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി. അതാണ് ഒരു ലോങ്ങർ വിഷൻ. നമ്മളെ ആൾക്കാർ പറയുന്നത് ആ വേസ്റ്റ് പിക്കേഴ്സുമായിട്ട് പറയാം, ഒരു നോർമൽ നമ്മൾ മലയാളി പറയുന്ന പോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് പറക്കുന്ന ആൾക്കാരും പറയാം. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നോവേറ്റീവ് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമെന്ന് അറിയാം. കൺസ്യൂമർ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് എടുത്ത് ഓക്കെ ഞാനും ഇനി മുതൽ ഒരു റീസൈക്ലിംഗ് എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യും. അതാണ് നമ്മളുടെ എൻഡ് ഓഫ് ദി ഒരു ഗോളും പർപ്പസ്. TMJ സ്പാർക്കപ്പ് സീരീസിൽ കളമശ്ശേരിയിലുള്ള കാർബൺ ആൻഡ് വീൽസ് എന്ന സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടേഴ്സിൽ ഒരാളായ ആൽവിൻ ജോർജ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് കാർബൺ ആൻഡ് വീൽ? ഈ കാർബൺ ആൻഡ് വീൽ എന്നുള്ളൊരു സ്ഥാപനമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയ ആയിട്ട് മുന്നോട്ട് വരാനുണ്ടായ ഇൻസ്പിറേഷൻ എന്താണ്? കാർബൺ ആൻഡ് വീൽ നമ്മൾ തുടങ്ങിയത് 2022. അപ്പോൾ സിദ്ധാർത്ഥായിരുന്നു വൺ ഓഫ് ദി ആക്ച്വൽ ഫൗണ്ടേഴ്സ് ഓഫ് കാർബൺ ആൻഡ് വീൽ. കാർബൺ ആൻഡ് വീലിൻ്റെ ഉദ്ദേശം തന്നെ മെയിൻലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാലിന്യം, പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇന്ത്യ 5th ലാർജസ്റ്റ് പോപ്പുലേഷൻ, പൊല്യൂഷൻ ആയിട്ട് വൺ ഓഫ് ദി കൺട്രീസ് ആയിട്ട് മാറിയിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 10-50 വർഷമായിട്ട് ക്ലീനപ്സും റീസൈക്ലിങ്ങും പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ റീസൈക്ലിങ്ങും 9% മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ എവിടെയോ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ കാർബൺ ആൻഡ് വീലിൻ്റെ ഒരു ജന്മം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ എക്കോണമി കൺസെപ്റ്റാണ്. പ്ലാസ്റ്റിക് വേസ്റ്റിന് തിരിച്ച് മണ്ണിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി, തിരിച്ച് ലാൻഡ് ഫില്ലോട്ടോ വെള്ളത്തിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി വി ഫൗണ്ട് എ സൊല്യൂഷൻ. അവിടെയാണ് കാർബൺ ആൻഡ് വീൽ ഒരു ട്രേസബിലിറ്റി, ഒരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്ന രീതിയിൽ ഒരു പബ്ലിക് ബെഞ്ചിൻ്റെ ഫോമിലോ ഒരു പേപ്പർ ടൈലിൻ്റെ ഫോമിലോ ഒരു ലോങ്ങർ ലൈഫ് സൈക്കിൾ കൊണ്ടുവന്ന് നമ്മൾ തിരിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് മണ്ണിലോട്ട് പോകാത്ത രീതിയിലാണ് വി ആർ ബ്രിങ്ങിങ് എ സൊല്യൂഷൻ. ഇപ്പോൾ ഈ കാർബൺ ആൻഡ് വെയിൽ എന്നുള്ള പേരിൽ തന്നെ കാർബൺ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ഒരു വിഭാഗം, വെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കടലിൽ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഒരുപാട് അടിഞ്ഞുകൂടുന്ന ഈ ഓഷ്യൻസിലാണ്. അപ്പോൾ ഈ കടലിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകൾ അത് ഇതിനൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ശരിക്കും കാർബൺ ആൻഡ് വെയിലിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ അജണ്ട അല്ലെങ്കിൽ അതിൻ്റെ ഒരു അകത്തുള്ള മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിലാണ് നമ്മളുടെ ഇൻസ്പിറേഷൻ. ബിക്കോസ് ഒരു വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലൈഫ് സ്പാനിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 300 ടൺ കാർബൺ എമിറ്റ് ചെയ്തിട്ട് മീൻസ് അബ്സോർബ് ചെയ്തിട്ടാണ് ഇറ്റ്സ് ഡൈങ്. അപ്പോൾ ആ ലൈഫ് സ്പാനിൽ 300 ടൺ കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്നും അല്ല ഓൾമോസ്റ്റ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ അത് വെള്ളത്തിലുണ്ട്, പക്ഷെ കരയിൽ ആരുമില്ല. കരയിൽ നമ്മളൊരു മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീ നോക്കിക്കഴിഞ്ഞാൽ 24 കിലോ ആണ് ഓൾമോസ്റ്റ് ഒരു വർഷം അബ്സോർബ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടൊരു വെയിൽ കരയിൽ വരാൻ പാടില്ല? അങ്ങനെയാണ് നമ്മളൊരു കാർബൺ ആൻഡ് വെയിലിൻ്റെ ജന്മമായത്. അങ്ങനെയാണ് കാർബൺ ആൻഡ് വെയിൽ ഓരോ ഓർഗനൈസേഷൻ്റെ കൂടെയും പാർട്ട്ണർഷിപ്പ് ചെയ്ത് അവരൊരു ആർട്ടിഫിഷ്യൽ വെയിലായിട്ട് നമ്മൾ മാറ്റണം. ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷനാണ് കാർബൺ ആൻഡ് വെയിലിൻ്റെ. അതായത് പ്ലാസ്റ്റിക് വേസ്റ്റിനെ ഇപ്പോൾ മോഡുലർ ഫർണിച്ചർ പോലുള്ള പ്രൊഡക്ട്സ് ആയിട്ട് മാറ്റുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇത്തരം കോൺസെപ്റ്റായിട്ട് ഫ്രണ്ടിലേക്ക് അതായത് മുന്നോട്ട് വന്ന സമയത്ത് എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? അതുകൂടാതെ മറ്റേതെങ്കിലും കമ്പനികൾ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ പാരലായിട്ടുള്ള വേറെ ഏതെങ്കിലും ഐഡിയാസോ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ തന്നിട്ടുണ്ടോ ഇത്തരം ഒരു സൊല്യൂഷനായിട്ട് മുന്നോട്ട് വരാൻ? 2022 കാർബൺ ആൻഡ് വീൽ തുടങ്ങിയപ്പോൾ ഒരു പേപ്പർ ടൈൽ നിന്നാണ് തുടങ്ങിയത്. ഫർണിച്ചർ രീതിയിലല്ലായിരുന്നു. ഒരു ഇന്റർലോക്ക് എന്ന ടൈൽ എന്ന് പറഞ്ഞ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് കുറേ R&Dയും ഇപ്പം അറിയാലോ, ബിക്കോസ് ഫൗണ്ടേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോളിമർ എന്ന് പറഞ്ഞ സംഭവം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡെറിവേറ്റീവാണ്. പ്ലാസ്റ്റിക് ഒരു ഡെറിവേറ്റീവാണ് പോളിമറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ കമ്പോസിഷൻ്റെയും ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യം നമുക്കറിയില്ല. നമ്മളുടെ കയ്യിലൊരു മെയിൻ വിഷനാണ് ഇല്ലെങ്കിൽ ഒരു പേർപ്പസാണ് പ്ലാസ്റ്റിക് വേസ്റ്റിന് ഒരു സൊല്യൂഷൻ. റീസൈക്ലിംഗ് അല്ല, പക്ഷേ ഇതിന് ഒരു പേർപ്പസായിട്ട് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സർക്കുലർ എക്കോണമി കൊണ്ടുവന്നത്. അപ്പോൾ ആ സമയത്ത് ഇനീഷ്യൽ ഫേസിൽ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. എവിടെ പോവും, ആരോട് സംസാരിക്കും, ആരാണ് ഇതിൻ്റെ പോളിമറിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് നമ്മൾ വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് സൂരജ് വർമ്മ, നമ്മളുടെ സിപ്പറ്റിൽ വൺ ഓഫ് ദി പ്രൊഫസേഴ്സാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഫുൾ ടൈം ആയിട്ട് നമ്മളുടെ കൂടെ വന്നതും
കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റിയതും സിപ്പെറ്റ് ആസ് എൻ ഓർഗനൈസേഷൻ നമുക്ക് സപ്പോർട്ട് കൊടുത്തത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ് സിപ്പെറ്റ്. അങ്ങനെയാണ് നമ്മളുടെ ആദ്യത്തെ ഇനീഷ്യൽ ഫേസിൽ കുറച്ച് പ്രോബ്ലംസ് വന്നത്. ഇൻ ടേംസ് ഓഫ് ബിസിനസ് നോക്കിക്കഴിഞ്ഞാലും ഏത് സ്റ്റാർട്ടപ്പ് നമ്മൾ കേൾക്കുമ്പോഴും ഇനീഷ്യൽ ഫേസസ് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ഇനീഷ്യൽ സ്റ്റേജ് മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എങ്ങനെയാണ് നമ്മൾ അതിന് ഒരു മാർക്കറ്റ് സൈസ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു കൂടുതൽ ലേണിങ്സ് തന്നെയായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇനീഷ്യൽ ഫേസ് ഒരു ടഫ് തന്നെയായിരുന്നു. പക്ഷേ നൗ ഇറ്റ്സ് ഗോയിങ് ഗുഡ്. ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എൻവയൺമെന്റിന്റെ മേലെ അല്ലെങ്കിൽ അത് കൂടാതെ തന്നെ സൊസൈറ്റിയുടെ മേലെ എത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് കാർബൺ ആൻഡ് വെയിൽ ഇൻവിഷൻ ചെയ്യുന്നത്? നമ്മളെ ആൾക്കാർ പറയുന്നത് ആ വേസ്റ്റ് പിക്കേഴ്സുമായിട്ട് പറയാം, ഒരു നോർമൽ നമ്മൾ മലയാളി പറയുന്ന പോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് പറക്കുന്ന ആൾക്കാരും പറയാം. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നോവേറ്റീവ് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. പക്ഷെ റീസൈക്ലിംഗ് തന്നെ അർത്ഥം അത് തന്നെയാണോ? നമ്മൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്തായാലും നമ്മൾ വേറെ ഫോമിലായിട്ട് ആക്കുന്നതാണ് റീസൈക്ലിംഗ്. പക്ഷെ കാർബൺ ആൻഡ് വെയിലിൻ്റെ ഒരു മെയിൻ പർപ്പസ് അക്രോസ് ഒരു ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആസ് എൻ ഓർഗനൈസേഷൻ ഒരു റീസൈക്ലർ ആവുകയാണെങ്കിൽ ഇന്ത്യയിൽ ഓരോ ജനങ്ങൾ ഒരു വീട്ടിൽ തന്നെ ഈവൻ ഇപ്പോഴത്തെ ഒരു ഗ്രാജുവേറ്റ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഞാനൊരു സ്റ്റെപ്പ് എടുക്കുന്നു ഒരു പ്ലാസ്റ്റിക്കിന് ഒരു ലൈഫ് കൊടുക്കാൻ വേണ്ടി, ഞാനൊരു സ്റ്റെപ്പ് കൊടുക്കുന്നു പ്ലാസ്റ്റിക് തിരിച്ച് മണ്ണിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി. അതാണ് ഒരു ലോങ്ങർ വിഷൻ. ഈവൻ നൗ നമ്മളൊരു മോഡുലാർ ബെഞ്ചും ഈവൻ നമ്മൾ ഇൻ്റർലോക്സ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴും നമ്മൾ കുറേ അവയർനെസ് ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. ആൻഡ് അത് സ്പെസിഫിക്കലി നമ്മൾ കോളേജ് ഗ്രാജുവേറ്റ്സും സ്റ്റുഡൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മെയിൻലി അവരുടെ ഉള്ളിൽ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ വരുവാണെങ്കിൽ യെസ് ഇറ്റ് ഹാസ് എ വാല്യൂ. ആൻഡ് പബ്ലിക് ബെഞ്ചും ഒരു മെയിൻ അർത്ഥം തന്നെ അതാണ്. ബിക്കോസ് നമ്മളിപ്പം ഒരു കടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറസ്റ്റിൽ പോകുമ്പോൾ നമ്മൾ ആ പ്രകൃതിനെ നമ്മൾ ഇൻസ്പിറേഷനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ കാണാൻ നമ്മൾ രസം ഉണ്ടാവുന്ന എത്ര നല്ല സ്ഥലങ്ങളുണ്ട്. ബീച്ചുണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ വേസ്റ്റ് എറിയുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിന്റെ സൈഡിൽ നമ്മളൊരു സ്റ്റോൺ കണ്ടാൽ ഇല്ലെങ്കിൽ ഒരു മരത്തിന്റെ ഏതെങ്കിലും ബ്ലോക്ക് കണ്ടാൽ നമ്മൾ അവിടെ ഇരിക്കും, ഒരു കംഫർട്ട്. അതെ. സോ ഈ പബ്ലിക് ബെഞ്ചും തിരിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ച് പബ്ലിക്കിന് കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്മൾ റീസൈക്ലിംഗ് കാണിക്കുന്നു, ദിസ് ഈസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ക്യാൻ ഓൾസോ ബി കംഫർട്ട് ഫോർ യു. ഇപ്പോൾ കാർബൺ ആൻഡ് വെയിലിലെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾ കരുതുന്നത് ഏതിനെയാണ്? മാത്രമല്ല അതിൻ്റെ ഒരു എസ്തെറ്റിക്സും ഫങ്ഷണാലിറ്റിയും അതൊക്കെ ഒരു ഉറപ്പ് വരുത്തുന്നത് എങ്ങനെയാണ്? വൺ ഓഫ് ദി നമ്മളുടെ ഏറ്റവും താല്പര്യം അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് പുറത്ത് ഓർഗനൈസേഷൻ കാണിച്ചേക്കുന്ന ഒരു പബ്ലിക് ബെഞ്ച് തന്നെയാണ്. ബിക്കോസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പബ്ലിക് ബെഞ്ചിൻ്റെ ഗുണങ്ങൾ വെറും ഇരിക്കാൻ വേണ്ടി മാത്രമല്ല, മെറ്റൽ ഇഷ്ടം പോലെ മെറ്റലും വുഡനും കംപ്ലീറ്റ്ലി വരുന്നുണ്ട്. പക്ഷെ ഈ പബ്ലിക് ബെഞ്ചുകൾ നമ്മൾ മോൾസിനും മെട്രോസിനും കൊടുക്കുന്നത് അക്രോസ് ഇന്ത്യയിലും ഈവൻ കേരളത്തിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 13-14 മോൾസ് ഉണ്ട്. എല്ലാ മോൾസിൽ നമ്മളുടെ പബ്ലിക് ബെഞ്ചസ് ഉണ്ടാവും. ആൻഡ് സെയിം തിങ് നമ്മളുടെ കൊച്ചി മെട്രോയിലെ പ്ലാറ്റ്ഫോമിലും എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ പബ്ലിക് ബെഞ്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീസണും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്കറിയാം എല്ലാം ഓർഗനൈസേഷൻ പ്ലാസ്റ്റിക് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കളയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരും ഇതേപോലെ ഒരു പബ്ലിക് ബെഞ്ചിന് അക്കൗണ്ടബിലിറ്റി എടുക്കാൻ പാടില്ലാത്തത്? അപ്പോൾ അവരും അക്സെപ്റ്റ് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ അവിടെ പബ്ലിക്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ മെട്രോയിലും ഇതുപോലെ തന്നെ മോൾസിലും നമ്മൾ കാണാറുണ്ട് സാധനങ്ങൾ മേടിക്കാനായാലും. അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു പബ്ലിക് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ അവരും വാല്യൂ ഫീൽ ചെയ്യണം. അവരുടെ കയ്യിൽ ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഉണ്ട്, ഞാനിപ്പം ഒരു ലുലു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വന്നു, പക്ഷെ അവർ തിരിച്ച് നമ്മൾ പബ്ലിക് ബെഞ്ചിൽ വന്ന ഒരു കംഫർട്ടിന് വേണ്ടി ഇരിക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നത് ഞാൻ വീട്ടിൽ പോയാലും ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന് എനിക്ക് വാല്യൂ കൊടുക്കണം, ചുമ്മാ വെറുതെ കത്തിച്ച് കളയാണ്ട് ഇല്ലെങ്കിൽ മണ്ണിലോട്ട് എറിയാണ്ട്. അങ്ങനെയാണ് നമ്മൾ പബ്ലിക് ബെഞ്ച് ഒരു സൂപ്പർ പ്രൊഡക്റ്റായിട്ട് മാറിയതും. അതുപോലെ തന്നെ നമ്മൾ അക്രോസ് ഗവൺമെന്റും അക്രോസ് ഓർഗനൈസേഷൻ്റെ കൂടെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ആവുന്നത്. കൊച്ചി മെട്രോയിലൊക്കെ പോയാൽ പല സ്റ്റേഷനിലും നമുക്ക് ഇത് കാണാം. അപ്പോൾ കൊച്ചി മെട്രോയിൽ ഒരു വിൻ വിൻ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി മെട്രോ ഇസ് പ്രൊമോട്ടിങ് സസ്റ്റൈനബിലിറ്റി, കൊച്ചി മെട്രോ ഇസ് പ്രൊമോട്ടിങ് ലോ കാർബൺ എമിഷൻ രീതിയിൽ ഒരു പബ്ലിക് ബെഞ്ച്. ബിക്കോസ് നമ്മളിപ്പം എന്തുണ്ടാക്കിയാലും, ഇപ്പം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാലും ഒരു കാർബൺ എമിഷൻ നടക്കാറുണ്ട്. ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിൽ കാർബൺ എമിഷൻ ഉണ്ട്. പക്ഷേ ഈ പബ്ലിക് ബെഞ്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തിരിച്ച് ഒരു സമയത്ത് പ്ലാസ്റ്റിക് ആയിരുന്നു ഇത്, ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ ഈ പബ്ലിക് ബെഞ്ച് ആക്കുമ്പോൾ അവർ അത്രയും കാർബൺ എമിഷൻ കുറച്ചു എൻവയൺമെന്റിന്. അങ്ങനത്തെ ഒരു ഫാക്ടറും അവർക്കൊരു വിൻ സിറ്റുവേഷൻ ആയിട്ട് വരുവാണ്. സെയിം തിങ് പബ്ലിക് ഇരിക്കുമ്പോഴും അവർ വാല്യൂ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഈവൻ നമുക്കായാലും
മെട്രോക്കായാലും ഒരു ജനങ്ങൾക്കായാലും. ഇപ്പോൾ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടുള്ള ഈ വേസ്റ്റുകളൊക്കെ എങ്ങനെയാണ് സോഴ്സ് ചെയ്യുന്നത്? ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കെയിലിംഗ് ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്തും ഈ സോഴ്സിംഗ് ഒക്കെ സസ്റ്റൈനബിൾ ആയിട്ടൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊക്കെ കരുതിയിട്ടുണ്ട്. സോ നമ്മൾ ശരിക്കും ഒരു സർക്കുലർ എക്കോണമി ഫോക്കസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് അല്ല ശരിക്കും. അപ്പോൾ ഇപ്പം എന്നോട് ചോദിച്ച പോലെ നമ്മളുടെ റീസൈക്ലേഴ്സും വേസ്റ്റ് മാനേജ്മെന്റ് ആയിട്ട് പല കമ്പനീസ് 10-20 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വൺ ഓഫ് ദി പാർട്ട്നേഴ്സ് നമ്മളുടെ പെരുമ്പാവൂർ നിന്നാണ് നമ്മൾ സോഴ്സ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നമ്മൾ നോർമലി NGOസിൻ്റെ കൂടെയും സ്റ്റുഡൻസിൻ്റെ കൂടെ ക്ലീനപ്പ് ചെയ്യുമ്പോൾ ആ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവിടെ പോവും, ക്ലീനിങ് ഉണ്ടാവും, ഷ്രെഡിങ് ഉണ്ടാവും, ഒരു പ്രോസസ്സ് ഉണ്ട്, ഒരു റീസൈക്ലിംഗ് എന്ന് പറയും. ദെൻ പിന്നെ നമ്മളുടെ കമ്പോസിഷൻ ഉണ്ട്, നമ്മളുടെ യുണീക്ക് കമ്പോസിഷൻ നമ്മൾ പേറ്റന്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആ കമ്പോസിഷനിൽ അവർക്ക് കൊടുത്തിട്ടാണ് നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ ഫോമിൽ കിട്ടുന്നത്. അപ്പോൾ ഇനിയും അക്രോസ് ഇന്ത്യ പല റീസൈക്ലേഴ്സും പല വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനിയും ഉണ്ട്. വി ആർ ട്രൈങ് ടു പാർട്ട്ണർഷിപ്പ് വിത്ത് എവ്രി വൺ. ബിക്കോസ് നമ്മുടെ ഗോൾ വരും കേരളത്തിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനല്ല, ഇതൊരു ഇന്ത്യയിലൊരു ഏറ്റവും വലിയ പ്രോബ്ലമാണ്. സോൾവിങ് അക്രോസ് ഇന്ത്യ വി ആർ പാർട്ട്ണറിങ് വിത്ത് ലോട്ട് ഓഫ് റീസൈക്ലേഴ്സ്. അക്രോസ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ റൺ ചെയ്ത് ഏറ്റവും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണല്ലോ #declutter കൊച്ചി എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ആയിട്ട് വന്നത് എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു സക്സസിനെ എങ്ങനെ വിലയിരുത്തണം എന്നുള്ള #declutter വന്നത് സിദ്ധാർത്ഥിന്റെ ഒരു ടാഗ് ലൈൻ ആണ്. അപ്പോൾ ഡീക്ലട്ടറിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് വെക്കുന്ന രീതിയിലാണ്. അത് ഒരു പർപ്പസ് രീതിയിലാണ് നമ്മൾ വേസ്റ്റ് പ്ലാസ്റ്റിക് ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് ഒരു പബ്ലിക് ബെഞ്ചിലോട്ട് ആക്കുന്നതാണ്. ഒരു കംഫർട്ട്, ഒരു വാല്യൂ കൊടുക്കുന്ന കംഫർട്ട് രീതിയിലാണ്. അപ്പോൾ #declutter കൊച്ചി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നൗ വി ആർ ഡൂയിങ് #declutter ട്രിവാൻഡ്രം, #declutter കോഴിക്കോട്, #declutter മലപ്പുറം, #declutter ബാംഗ്ലൂർ. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്ത് ഒരു വാല്യൂബിൾ ആയിട്ട് തിരിച്ച് ഒരു പബ്ലിക് പ്ലേസസിൽ നമ്മൾ വെക്കുമ്പോൾ അതൊരു ക്യാമ്പയിനായിട്ട് മാറുവാണ്. #declutter നമ്മളുടെ വൺ ഓഫ് ദി സ്ട്രോങ് ക്യാമ്പയിൻ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ റൺ ചെയ്യിപ്പിക്കുകയാണ്. കോമണേഴ്സിൻ്റെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടായിരുന്നു? ഇപ്പോൾ അവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് ത്രൂ അല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മെമ്മറബിൾ ആയിട്ടുള്ള സ്റ്റോറീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? സോ കഴിഞ്ഞ വർഷം നമ്മൾ വൺ ഓഫ് ദി ഒരു ക്ലീനപ്പ് നമ്മൾ ഫോർട്ട് കൊച്ചി നടത്തിയപ്പോൾ ജസ്റ്റ് ഒരു 150 ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ. നമ്മളുടെ എൻട്രീസ് ഒക്കെ ഒരു കുസാറ്റ് സ്കൂൾ കോളേജും പിന്നെ നമ്മളുടെ NGOs ആയിട്ട് മൈൻഡ് എംപവർ എന്ന് പറഞ്ഞ NGOs ഉണ്ട്, അവരുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്തു. പിന്നെ ഒരു 10-20 നമ്മളുടെ അർബൻ ട്രാഷ്, ഗ്രീൻ വോംസ്, ഇതുപോലെ പല റീസൈക്ലേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ഗുണമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന് കപ്പിൾസ് ആയാലും പ്രായമുള്ള ആൾക്കാരായാലും ഇത് കണ്ടിട്ട് നമ്മളുടെ കൂടെയും വന്നു. അപ്പോൾ അത്രയും വലിയൊരു 100-400 ആൾക്കാരുടെ ജനങ്ങൾ വന്നപ്പോൾ ഇറ്റ് വാസ് എ ഫീലിംഗ്, ഒരു ഇൻസ്പിറേഷനും ആയിരുന്നു. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു വാല്യുബിൾ കാര്യങ്ങൾ ചെയ്യുന്നു, എൻവയൺമെന്റിന് വേണ്ടി ആൾക്കാരുടെ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ തന്നെ ഒരു #declutter ആക്കിയത്. സോ ദാറ്റ് നാളെ ഈവൻ എവറി പീപ്പിൾ, ഈവൻ ഒരു കൊച്ചുകുട്ടി ആയാലും ഒരു പ്രായമുള്ള 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായാലും അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ദേ ക്യാൻ ഓൾസോ ഡു വൺ സ്റ്റെപ്പ് ടു ക്ലീൻ അപ്പ് ദി എൻവയൺമെന്റ്. ലീനിയർ, നമ്മളിപ്പോൾ സർക്കുലർ എക്കോണമീനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തു. അതേപോലെ ലീനിയർ എക്കോണമീനെ അപേക്ഷിച്ച് ലീനിയർ എക്കോണമി എന്ന് പറയുമ്പോൾ ടേക്ക്, മേക്ക്, ഡിസ്പോസ്, അതാണ് അതിൻ്റെ ഒരു ഐഡിയ. സർക്കുലർ പറയുമ്പോൾ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു കൊമേഴ്ഷ്യൽ വയബിലിറ്റിയും കൂടെ നോക്കണമല്ലോ. കാരണം ഇപ്പോൾ ഈ എക്കോ സൊല്യൂഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് സൊല്യൂഷൻ കൊണ്ടുവിടുക. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. ഈ കൊമേഴ്ഷ്യൽ വയബിലിറ്റിൻ്റെ ഒപ്പം തന്നെ നമ്മളിതിലൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ്? പല ആൾക്കാരും നമുക്കൊരു നെഗറ്റീവ് റിവ്യൂ ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ആസ്പിറേഷൻ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ നമ്മളുടെ റിസർച്ചിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളൂ ഹൗ വി ക്യാൻ ഡു ദാറ്റ് ഓൺ എ വയബിൾ വേ. ഇപ്പം ഒരു കാരണം ഇത് നമ്മളൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്യുവാണല്ലോ. കാരണം റീസൈക്ലിംഗ് കൊണ്ട് പല പ്രൊഡക്ട്സ് ഉണ്ടാക്കാം. ഇപ്പം നമ്മളൊരു ഇനീഷ്യൽ ഫേസിൽ നമ്മളൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കൺസ്യൂമറിനെ മനസ്സിലാക്കണം. നമ്മൾ ആരെയാണ് പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകുന്നത് മനസ്സിലാക്കണം. എവിടെ നിന്നാണ് ഈ നമ്മുടെ റോ മെറ്റീരിയൽ ഫെച്ച് ചെയ്യുന്നത് അവിടെയും മനസ്സിലാക്കണം. അപ്പം പല പ്രൊഡക്റ്റ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വേസ്റ്റ് മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അവർ ERP എന്ന് പറഞ്ഞ് ഒരു സൊല്യൂഷൻ ആണ് കമ്പനീസിന് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് അവർ ഒരു സ്പെസിഫിക് ഫോമിൽ ഉണ്ടാക്കും, അത് വെച്ചിട്ട് വേറെ ബോട്ടിൽ ഉണ്ടാവും. ഇപ്പം ഷാംപൂ ബോട്ടിൽ, കസേര ആണെങ്കിൽ പല കസേര ഉണ്ടല്ലോ ഇങ്ങനെ ചിലപ്പം സ്ട്രെച്ച് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ പോകുന്ന ഒരു ക്വാളിറ്റി നമ്മൾ പറയുമ്പോൾ അത് റീസൈക്ലിംഗ് മിക്സിംഗ് ആയിരിക്കും. റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒരു വെർജിൻ പ്ലാസ്റ്റിക്കിലാക്കും. പക്ഷെ അവിടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
വീണ്ടും ചെറിയ ബോട്ടിലും വേറെ എന്തെങ്കിലും ക്യാപ്സ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ആരും അക്കൗണ്ടബിലിറ്റി എടുക്കില്ല. അത് വീണ്ടും മണ്ണിലോട്ട് പോവാണ്. കൺസംഷൻ കുറവാണെങ്കിൽ ബട്ട് സ്റ്റിൽ ഇഫ് അത് മണ്ണിലോട്ട് പോകുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കളയുമ്പോഴും അത് വീണ്ടും എഫക്റ്റ് ചെയ്യാണ്. സോ അത് കുറയ്ക്കാനും പ്ലസ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ബെഞ്ചിൻ്റെയും ഒരു പിവറ്റ് ടൈൽസിൻ്റെയും ഒരു അർത്ഥം അത് തന്നെയാണ്. ഒരു ലോങ്ങർ ലൈഫ് സൈക്കിൾ ആകുമ്പോൾ ആൾക്കാരുടെ ഇൻ്റർവെൻഷൻ കുറവാണ്. ഇപ്പം ആൾക്കാരുടെ ഇൻ്റർവെൻഷൻ കുറയുമ്പോൾ ഇത് ലോങ്ങർ ലൈഫ് സൈക്കിൾ ഉണ്ടാവും. അത്രയും വർഷത്തേക്ക് ഇതൊന്ന് ഒരു ഡീഗ്രേഡ് ആവാണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഇത് എൻവയൺമെൻറ്റിൽ ഇല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ വെക്കുന്നു അത് നിൽക്കും. പ്ലസ് നമ്മളുടെ മെഷീനറി തന്നെ ആണെങ്കിലും ഇറ്റ്സ് കോൾഡ് എൻ എക്സ്ട്രൂഷൻ മെഷീൻ. നമ്മൾ സ്വീഡൻ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ഇൻ ഇന്ത്യ ആണെങ്കിലും നമുക്കറിയാം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ കാർബൺ എമിഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ ഒരു മെൽറ്റിങ്ങും ഡീകമ്പോസിഷനും രണ്ടാണ്. ഡീകമ്പോസിഷൻ ആകുമ്പോഴാണ് ശരിക്കും ഈ ഫ്യൂംസ് പോലെ ഗ്യാസിയസ് ഇല്ലെങ്കിൽ ഭയങ്കര പോയിസണസ് ആയിട്ട് ഗ്യാസ് പ്ലാസ്റ്റിക് ഇറങ്ങുന്നത്. അപ്പം നമ്മൾ ഡീകമ്പോസ് ചെയ്യില്ല. അപ്പം നമ്മളുടെ ഒരു സ്ക്രൂയിങ് മെക്കാനിസമിൽ ഇത് നമ്മളുടെ പെർട്ടിക്കുലർ ഫോമിൽ ഈ ബെഞ്ചിൽ നമ്മുടെ ഡിസൈനിൻ്റെ വൺ ഓഫ് ദി ഫോമിലോട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ കാർബൺ എമിഷൻ കുറയ്ക്കുന്ന രീതിയിൽ വി ഹെൽപ്പ് ദി എൻവയൺമെൻറ്റ് സോ ദാറ്റ് അതും ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടി. ബിക്കോസ് ഒരു പ്ലാസ്റ്റിക് വേറൊരു ഫോമിലാക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ അവരും എന്തെങ്കിലും കത്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു വേറെ ഫോമിലാക്കുന്നത്, അപ്പോൾ നല്ല കാർബൺ എമിഷൻ ഉണ്ടാവും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്ട്രൂഷൻ മെഷീൻ വഴി നമ്മളുടെ കാർബൺ എമിഷൻ കുറയ്ക്കുന്ന രീതിയിൽ ചെയ്യിപ്പിക്കുന്നത്. മറ്റ് സ്ഥാപനങ്ങൾ ഏതെങ്കിലും കമ്പനികളായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ട്ണർഷിപ്പോ കൊളാബറേഷനോ ഉണ്ടോ? അതുണ്ടെങ്കിൽ തന്നെ അത് ഇല്ലെങ്കിലും അതിനെ ഡ്രീമായിട്ട് നമുക്ക് ഇന്നൊരു കമ്പനിയുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനീസ് ഉണ്ടോ? അല്ലെങ്കിൽ ആൾക്കാരായാലും കമ്മ്യൂണിറ്റി ആണെങ്കിലും നമുക്ക് ഇവരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ? കാർബൺ ആൻഡ് വെയിലിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഇനീഷ്യലി തുടങ്ങിയത് വൺ ഓഫ് ദി കമ്മ്യൂണിറ്റിയാണ്. കമ്പനി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കമ്മ്യൂണിറ്റി പോലെ ഇന്റർനാഷണൽ വൺ ഓഫ് ദി കമ്പനി കോൾ പ്രീഷ്യസ് പ്ലാസ്റ്റിക്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറേ വർഷമായിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റി അവർ പല ആൾക്കാർ ആ ഇൻസ്പിറേഷൻ കണ്ടിട്ട് ദേ ആർ ഓൾസോ ബിക്കമിങ് എ റീസൈക്ലർ. അപ്പോൾ അവരും കീ ചെയിൻസ്, എന്തെങ്കിലും മാലയോ എന്തെങ്കിലും സ്കേറ്റ് ബോർഡോ അതുപോലെ തന്നെ ഐറ്റംസ് അവരെല്ലാം ഉണ്ടാക്കുന്നത്. അവരുടെ ഇൻസ്പിറേഷൻ കണ്ട് വേറൊരു കമ്മ്യൂണിറ്റി അവർ മെഷീൻ എടുത്ത് അതിനെക്കുറിച്ച് പഠിച്ച് ദേ ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ്. അപ്പോൾ ദാറ്റ് വാസ് അവർ ഇനീഷ്യൽ ഇൻസ്പിറേഷൻ. ആൻഡ് ദെൻ അക്രോസ് ഇന്ത്യ പല കമ്പനീസും ചെയ്യുന്നുണ്ട്. അപ്പം ബെഞ്ചിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്, പക്ഷെ പല റീസൈക്ലിംഗ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരും ഒരു പാർട്ട് ആവുകയാണ്. ദേ ആർ ഓൾസോ ഡൂയിങ് എ ജസ്റ്റിസ് ടു ദി എൻവയൺമെൻറ്റ്. ഇന്തോനേഷ്യ വൺ ഓഫ് ദി ലാർജസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കൺട്രിയാണ്. നമ്മളിപ്പോഴും ബാലി, പട്ടായ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ട്രിപ്പിംഗ് ഇല്ലെങ്കിൽ അടിച്ചുപൊളി സ്ഥലമാണ്. പക്ഷേ ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ലാർജസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കൺട്രീസ്. അപ്പം അവിടെയും പല കമ്പനീസ് ലൈക്ക് സുങ്കായ്, ഒരു NGO ഓർഗനൈസേഷൻ, ഈക്കോലാബോ എന്ന് പറഞ്ഞിട്ട് ഓർഗനൈസേഷൻ, ദേ ആർ ഡെവലപ്പിംഗ് സംതിങ് ഫോർ എ ബെറ്റർ എൻവയൺമെൻറ്റ്. സോ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇനീഷ്യൽ ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ഈ ടൂറിസം കൊണ്ടുണ്ടാവുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റും കൂടെയാണോ ഈ പൊല്യൂഷൻ? എക്സാക്ട്ലി. സോ ടൂറിസം എവിടെയുണ്ട് അവിടെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ടൂറിസം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ ടൂറിസം എത്രത്തോളം അട്രാക്റ്റ് ആവുന്നു അത്രത്തോളം പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അത്രത്തോളം കൺസംഷൻ കൂടുമല്ലോ, അത്രത്തോളം കമ്പനീസിന് ഒരു മാർക്കറ്റ് ഷെയർ കിട്ടുവാണ് എനിക്ക് അവിടെ പ്രൊഡക്ട്സ് പമ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ആൻഡ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ചീപ്പസ്റ്റ് പെട്രോളിയത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ആ പ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ്. പക്ഷെ പ്ലാസ്റ്റിക് പല ആൾക്കാർ പറയും പ്ലാസ്റ്റിക് വേണ്ട, പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഷർട്ടായാലും നമ്മൾ ഒരു ബട്ടൺ ആയാലും പ്ലാസ്റ്റിക് വേസ്റ്റിലാണ്. അങ്ങനത്തെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള അന്ന് ബട്ടൺ ഊരിട്ട് നമ്മൾ ക്ലിപ്പ് കുത്തി നടക്കാം, അത് പറ്റത്തില്ലല്ലോ. സോ പ്ലാസ്റ്റിക് ഈസ് ദെയർ. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഇപ്പം നമ്മൾ പുറത്തെ രാജ്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോപ്പർ സെഗ്രിഗേഷൻ മെത്തഡ്. ഇന്ത്യയിലും ആ അവയർനെസ് പ്ലസ് സെഗ്രിഗേഷൻ ഉണ്ടെങ്കിൽ പകുതി പ്രശ്നം തീർന്നു. അതില്ലാത്ത കാരണമാണ് വി ക്യാൻ സി വെള്ളത്തിലും ഇല്ലെങ്കിൽ ഇപ്പം ഓരോ 3 ഫിഷിൽ ഒരു ഫിഷിൻ്റെ ഉള്ളിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടെന്ന് പറയുന്നത്. സോ ഇറ്റ് മൈറ്റ് ഒരു 2030 ആകുമ്പോൾ 50 ആകുമ്പോൾ വെള്ളത്തിലെ ഫിഷിനെക്കാളും കൂടുതൽ പ്ലാസ്റ്റിക് ആണെന്ന് ഇപ്പം സ്റ്റാറ്റ്സ് പറയുന്നത്. സോ അത് കുറയ്ക്കണമെങ്കിൽ പ്രോപ്പർ റീസൈക്ലിംഗ് ഷുഡ് ഹാവ്. പ്രോപ്പർ വീട്ടിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഞാനിപ്പം ഫ്ലാറ്റിലോ ഇല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അന്ന് എനിക്ക് കളയാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഞാൻ പുറത്തോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ മാത്രം ചെയ്യുന്നുള്ളൂ, എന്നെ പോലെ ലക്ഷങ്ങൾ ആൾക്കാർ അത് തന്നെ ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 1 person. പക്ഷെ 1 person ഹാസ് ടു സ്റ്റാർട്ട്.
ഇപ്പോൾ നമ്മുടെ ലോകം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇഷ്യൂ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇഷ്യൂ. ഇപ്പോൾ 2050 പോർഷനിലൊക്കെ ഇത്രയും കുമിഞ്ഞു കൂടുന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ ഇതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ളൊരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ തന്നെയാണോ നമ്മളിപ്പോൾ നിലവിലുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ട് ഓഫ് നമ്മൾ സ്കീംസ് ഗവൺമെൻറ് വഴി, ശുചിത്വ മിഷൻ കേരളത്തിൽ നമ്മൾ വൺ ഓഫ് ദി ഓർഗനൈസേഷൻ, ഗവൺമെൻറ് സ്ഥാപിച്ചൊരു ഓർഗനൈസേഷൻ ശുചിത്വ മിഷൻ, ഒരു പ്രോപ്പർ ക്ലീനിങ് ഒക്കെ ചെയ്യണം. പ്ലസ് നമ്മൾ സ്വച്ഛ് ഭാരത് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രോപ്പറായിട്ട് ക്ലീനപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ പോപ്പുലേഷൻ നമ്മൾ അത്രത്തോളം കൂടുതലുണ്ട്. പോപ്പുലേഷൻ്റെ കൂടെ കമ്പനീസും അതേപോലെ കൂടുതൽ വരുമ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഒരു സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കൺസംഷൻ കൂടുതലാണ്. അപ്പോൾ കൺസംഷൻ പ്രൊപ്പോർഷണലി ടു ദ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ എത്രത്തോളം പുതിയ കാര്യം വരുന്നു, ഇപ്പോഴത്തെ ആൾക്കാർക്ക് പുതിയ കാര്യം യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ പുതിയ കാര്യം യൂസ് ചെയ്യുമ്പോൾ എല്ലാം വരുന്ന ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ഇല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പ്ലാസ്റ്റിക് പല ഫോംസ് ഉണ്ട്, അത് ഫോമിലാണ് വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ അതേപോലെ ഇങ്ങനെ സ്കൈ റോക്കറ്റായി പോവാം. പക്ഷെ നമ്മളുടെ റീസൈക്ലിംഗ് പോയിന്റ് ഇല്ലെങ്കിൽ സെഗ്രിഗേഷൻ പോയിന്റ് വളരെ സ്ലോ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അവിടെ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് വരണമെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷനെക്കാളും കൂടുതൽ നമ്മൾ ആസ് എ പേഴ്സൺ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. ബിക്കോസ് മാക്സിമം ഇപ്പം നമ്മൾ ഗവൺമെൻറ് കുറ്റം പറയും, പ്ലാസ്റ്റിക് നിർത്തണം, അത് അവർ ചെയ്യുന്നത്, ഇത് ചെയ്യണം. പക്ഷെ നമ്മൾ എത്രത്തോളം ചെയ്യുന്നതാണല്ലോ നമ്മൾ ആദ്യം കാണുന്നത്. ഇപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലിവിങ് പ്രൊമോട്ട് ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസുമായിട്ട് വരുന്നൊരു സ്ഥാപനം എന്ന നിലയ്ക്ക് ഇപ്പോൾ നമ്മുടെ അതും കേരളത്തിൽ ഇന്ത്യയിൽ തുടങ്ങുമ്പോൾ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നുള്ളൊരു റെസ്പോൺസ് എങ്ങനെയാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് കിട്ടി, ഇപ്പോൾ സിപ്പറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കാര്യം പറയുകയാണെങ്കിലും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കാര്യം പറയുകയാണെങ്കിലും അവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു റെസ്പോൺസ്, അവരുടെ ഒരു സപ്പോർട്ട്, അതൊക്കെ എങ്ങനെയുള്ളതായിരുന്നു? ആദ്യം നമ്മളുടെ കമ്പനി ബിൽഡ് ചെയ്യാൻ വേണ്ടി എവറി കമ്പനിക്ക് ഫണ്ട് വേണം, റൈറ്റ്? ഫണ്ടും വേണം, അക്സെപ്റ്റൻസ് വേണം. അപ്പോൾ അത് കേരള ഗവൺമെൻറ് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈവൻ KSU ആയാലും KSIDC ആയാലും നമുക്ക് ഫണ്ട്സിൻ്റെ ഇനീഷ്യൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഫണ്ട്സ് ഉണ്ടായിരുന്നു. ഈവൻ നമ്മൾ ബെഞ്ചസിൻ്റെ കാര്യം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയപ്പോഴും കേരള ഗവൺമെൻറ് നമുക്ക് CSML, നമ്മുടെ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ഉണ്ടല്ലോ കൊച്ചിൻ്റെ, ഈവൻ നമ്മുടെ ദർബാർ ഹാളിൽ പബ്ലിക് പ്ലേസസിൽ അവരായിരുന്നു ആദ്യം നമ്മൾ സപ്പോർട്ട് ചെയ്തത് ഇൻ ടേംസ് ഓഫ് ബിസിനസ് പെർസ്പെക്റ്റീവ്. പിന്നെ നമ്മുടെ കേരള ടൂറിസം ആയാലും കൊച്ചിൻ മെട്രോ ആയാലും ഏറ്റവും വലിയത് കൊച്ചി മെട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2000 കിലോഗ്രാം പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബെഞ്ചസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അത്രയും വേസ്റ്റുകളുടെ അക്കൗണ്ടബിലിറ്റി അവരും എടുക്കുന്നുണ്ട്. സെയിം തിങ്, അത്രയും നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലസ് ഈ സിപ്പെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഇവിടെ നമ്മുടെ പഞ്ചായത്തിനും കാര്യങ്ങളായിട്ട് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ശുചിത്വ മിഷനിലായാലും വൺ ഓഫ് ദി പാർട്ട്നേഴ്സ് ആണ് അവർ. അവിടുത്തെ ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനും അവിടുത്തെ വർക്കേഴ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യാനും ഒരു ട്രാൻസ്ഫോർമേറ്റീവായിട്ട് നമ്മൾ കേരളം കൊണ്ടുവരുന്ന രീതിയിൽ ഇറ്റ്സ് അമേസിങ് സപ്പോർട്ട് ഉണ്ട്. കാർബൺ ആൻഡ് വെയിലിൻ്റെ ഇതുവരെയുള്ള തുടക്കം തൊട്ട് ഇതുവരെയുള്ള ഒരു ജേണിയിൽ ഏറ്റവും റിവാർഡിങ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്താണ്? അതുകൂടാതെ തന്നെ ഓരോ ചലഞ്ചസ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഓവർകം ചെയ്ത് വരേണ്ട ഒരു ഫേസാണ് സ്റ്റാർട്ടപ്പ് ഫേസ്. അപ്പോൾ ഈ ഓരോ ചലഞ്ചസ് ഉണ്ടാകുമ്പോഴും തളരാതെ മുന്നോട്ട് പോകാൻ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ഫാക്ടർ എന്താണ്? സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാർട്ട്ണർ തന്നെയാണ് സിദ്ധാർത്ഥ്. അപ്പോൾ സിദ്ധാർത്ഥ് ഇപ്പം നമ്മുടെ കൂടെ ഇപ്പം ഇല്ല, ബട്ട് സ്റ്റിൽ സിദ്ധാർത്ഥാണ് ഇനീഷ്യലി ഫൗണ്ടിങ് മെമ്പർ ഓഫ് കാർബൺ ആൻഡ് വെയിൽ. സോ സിദ്ധാർത്ഥ് പോയ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു 0 to 1 നമ്മൾ പറയില്ല എല്ലാം ബിസിനസ്. അപ്പോൾ 0 to 1 അല്ല, -10 ആണ് സ്റ്റാർട്ട് ചെയ്തത്. -10 lakhs എന്ന് പറയാം, -10 points എന്ന് പറയാം. പക്ഷെ അത്രയും ഇൻ ഹിസ് കോളേജ് ടൈം പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ്, ബിക്കോസ് നമ്മൾ ക്ലീനപ്പിനൊക്കെ പോകും. ഞാനും അവനും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പഠിച്ച് വളർന്നതാണ്. ഞാൻ ജാർഖണ്ഡിലായിരുന്നു, അവൻ ഡൽഹിയിലായിരുന്നു പഠിച്ചു വളർന്നത്. സോ നമ്മളെപ്പോഴും ഒരു ബീച്ചിൽ പോകുമ്പോൾ ആദ്യത്തെ സമയം 5 വർഷം 10 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബീച്ച് കളിക്കാൻ വേണ്ടി സ്ഥലം, പാരൻസിനോട് പുറത്ത് പോകാൻ വേണ്ടി സ്ഥലം, കാരണം നോർത്തിൽ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളവിടെ ഓരോ വർഷം കണ്ട് വന്നപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അക്യുമുലേഷനും കൺസംഷനും കൂടുമ്പോൾ അത്രയും വേസ്റ്റും വരുമായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മമ്മി മദറും ഒരുമിച്ച് ക്ലീനപ്പിന് പോകുമ്പോഴും അടുത്ത ദിവസം വീണ്ടും അവിടെ വേസ്റ്റ് വരും. അപ്പോൾ ഇതൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല ക്ലീനപ്പിന് മാത്രം വരുമ്പോൾ പറഞ്ഞു. ആൻഡ് ദെൻ വെൻ ഹി ലോസ്റ്റ് ഹിസ് മദർ ഹി വാണ്ടഡ് ടു ഡു സംതിങ് ഇന്നോവേറ്റീവ് ഫോർ ദി എൻവയൺമെൻറ്റ്. ദെൻ മീ സൂരജ് സർ ജോയിൻ വിത്ത് ഹിം ടുഗെദർ ആൻഡ് വി ആർ ഡൂയിങ് ദിസ്. അപ്പോൾ ഇവിടെയും നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻവയോൺമെൻറ്റ് ആണെങ്കിൽ നമ്മളുടെ പാർട്ട്നേഴ്സ് തന്നെയാണ്.
അപ്പം എൻ്റെ ചിലപ്പോൾ മോട്ടിവേഷൻ സിദ്ധാർത്ഥ ആണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ മോട്ടിവേഷൻ ചിലപ്പോൾ ഞാനായിരിക്കും, സൂരജ് സാറിൻ്റെ മോട്ടിവേഷൻ ചിലപ്പോൾ സിദ്ധാർത്ഥായിരിക്കും. സോ ഐ തിങ്ക് ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കൊളാബറേഷൻ വേണ്ടത് ആ ഫൗണ്ടിങ് മെമ്പേഴ്സാണ്. ബിക്കോസ് അതുണ്ടെങ്കിൽ ബാക്കി ടീംസും വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ വിഷൻ, വിൽ ഡിപ്പെൻഡ് അപ്പോൺ അവരുടെ മിഷൻ എന്താണ്. ആൻഡ് ചാലഞ്ചസ് ഉണ്ടായിരുന്നു, ഫിനാൻഷ്യലി ആയാലും ചാലഞ്ചസ് ഉണ്ടായിരുന്നു, നമ്മളുടെ ബിസിനസ് ഗ്രോ ചെയ്യാനായാലും ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇനീഷ്യലി നമ്മളുടെ ബിസിനസ് നമ്മളിപ്പം ഒരു സക്സസ് ഫാക്ടർ നമ്മൾ കാണുവാണെങ്കിൽ ഇതിൻ്റെ പുറകെ പല രീതിയിൽ നമ്മൾ ഡിഫറെൻറ്റ് കാര്യം ട്രൈ ചെയ്തപ്പോൾ ഫെയിലിയറും ആയിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ഫ്ലാറ്റുകളുടെ കയറിയിട്ട്. ഓരോ ഞായറാഴ്ച ഞാൻ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാർട്ടപ്പ്സിലായിരുന്നു ഒരു 7 വർഷം. പക്ഷേ ആ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു മാനേജർ ലെവലിലായിരുന്നു, എനിക്കൊരു ക്യാബിൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. വെൻ യു ആർ സ്റ്റാർട്ടിങ് സംതിങ് ഫ്രം സ്ക്രാച്ച്, നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമറാണ്. എൻഡ് ഓഫ് ദി ഡേ അവരുടെ അടുത്ത് നിന്നാണല്ലോ നമ്മളുടെ ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ അവരെ എത്രത്തോളം ക്ലോസ് ആയിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിൽ എന്തൊക്കെയാണ് ഇന്നോവേഷൻ, എന്തൊക്കെയാണ് പിവോട്ട് നമ്മൾ ചെയ്യാൻ പറ്റുക. അതാണ് നമ്മൾ ഇനീഷ്യൽ ലെവലിൽ ചാലഞ്ച് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ ടൈമിൽ വളരെ പൈസ ഇല്ലാത്ത രീതിയിൽ സമയത്താണ് കമ്പനി മുമ്പോട്ട് പോയത്. ദെൻ നമുക്ക് ബിക്കോസ് എല്ലാ സ്ട്രഗിൾസിനും ഒരു പോസിറ്റീവ് ഉണ്ടാവും, എല്ലാ ഹാർഡ് വർക്കിനും ഒരു പോസിറ്റീവ് ഉണ്ടാവും. ആ പോസിറ്റീവ്നെസ് ആണ് നമ്മളിപ്പോഴും നോക്കുന്നത്. പിന്നെ ഈവൻ ഇപ്പം എന്നോട് ചോദിച്ച പോലെ നമ്മൾ എവിടെ എത്തിയിട്ടില്ല, ഒരു 1% മാത്രമേ ആയുള്ളൂ ഞാൻ പറയുള്ളൂ. ഇനി ഒരു 99% കിടക്കുന്നുള്ളൂ. ബിക്കോസ് കൺസ്യൂമറിൻ്റെ ഭാഗത്തുനിന്ന് കൺസ്യൂമർ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ കൺസ്യൂമർ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് എടുത്ത് ഓക്കെ ഞാനും ഇനി മുതൽ ഒരു റീസൈക്ലിംഗ് എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യും. അതാണ് നമ്മളുടെ എൻഡ് ഓഫ് ദി ഒരു ഗോളും പർപ്പസും. പരസ്പരം ഫൗണ്ടറും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെയുള്ള ഒരു മെസ്സേജ് വി നീഡ് ഈച്ച് അതർ എന്നുള്ളത്. കാരണം ഇപ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലിവിങ് നമ്മുടെ ലോകത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ വി ആർ ഗിവിങ് ബാക്ക് ടു ദ നേച്ചർ ഓർ സൊസൈറ്റി ഓൾസോ. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നേച്ചറിൻ്റെ കാര്യത്തിൽ, എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സൊസൈറ്റിയിൽ ഒരു നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൊരു മെസ്സേജ് കൂടെയല്ലേ കാർബൺ ആൻഡ് വെയിൽ കൺവേ ചെയ്യുന്നത്? 100%. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 50 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാലും എത്രത്തോളം ഇൻഡസ്ട്രിയൽ രീതിയിലൊരു ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതൊരു ടീമായിട്ടേ വന്നിട്ടുള്ളൂ. ഒരാൾ വിചാരിച്ചു എനിക്ക് ലോകം മാറ്റാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഒരാൾ വിചാരിച്ച് എനിക്ക് ബിസിനസ് ഒരു ടോപ്പ് രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒരിക്കലും പറ്റത്തില്ല. ഇഫ് യു ആർ സ്റ്റാർട്ടിങ് സംതിങ്, അവനൊരു കോ ഫൗണ്ടർ വേണം, അവനൊരു ഫൗണ്ടിങ് ടീം വേണം, ഒരു ടീം മെമ്പേഴ്സ് വേണം. അപ്പോൾ ഒരു ടീം വളരുമ്പോൾ നമ്മളും അതേപോലെ ചെയ്യണം. ആൻഡ് ദെൻ അതേപോലെ നമ്മളൊരു ടാസ്ക് പ്രോപ്പർലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളും ടീമിൽ ഏറ്റവും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്നല്ല. പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, ഇന്നായാലും നാളെ ആയാലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സ്റ്റിക്കിങ് ഓൺ ദ പേർപ്പസ്, സ്റ്റിക്കിങ് ഓൺ ദ വിഷൻ, അവിടെ ഫോക്കസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും എളുപ്പമായിരിക്കും. പല ആൾക്കാർ നമ്മളുടെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇപ്പോൾ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലിവിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻസ് ആയിട്ടും അല്ലെങ്കിൽ ഐഡിയാസ് ആയിട്ട് വരുന്ന കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനി, അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. നമ്മൾ കാരണം നമുക്ക് മാത്രം ജീവിക്കാനുള്ള, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസ് കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഭൂമിയൊക്കെ. അപ്പോൾ അത്തരം ഐഡിയാസ് ഒക്കെ ആയിട്ട് വരുന്ന ഇൻഡിവിജ്വൽസിനോടോ കമ്മ്യൂണിറ്റീസിനോടോ അല്ലെങ്കിൽ കമ്പനീസിനോടോ സ്റ്റാർട്ടപ്പുകളോടൊക്കെ എന്തെങ്കിലും ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോ അങ്ങനെ എന്തെങ്കിലും പകർന്നു കൊടുക്കാനുണ്ടെങ്കിൽ ആൽവിൻ എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ ജനറേഷനിൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇന്ത്യയിലെ കുറവാണെങ്കിലും അക്രോസ് യൂറോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെ 100x മുമ്പിലാണ്. ആൻഡ് സസ്റ്റൈനബിലിറ്റി ശരിക്കും ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാർ പറയാറുണ്ട് അത് പുറകിലാണ്, അതിനൊരു ബിസിനസ് ഇല്ല അവിടെ, ഇല്ലെങ്കിൽ ഒരു ഇതില്ല. പക്ഷെ അത് തെറ്റാണ്. ബിക്കോസ് ക്ലൈമറ്റ് ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൂം ഫോർ ദ നെക്സ്റ്റ് 10 to 50 years. അപ്പോൾ അത് യൂറോപ്പിലും US-ലും പ്രൂവൻ ആവുകയാണ്. ബിക്കോസ് EV ഈസ് എ ക്ലൈമറ്റ് ടെക്. ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പം നമ്മൾ കാണുന്നു, നമ്മൾ വിചാരിക്കാത്ത കാര്യമാണ് ഇപ്പം ഒരു ഭയങ്കരമായിട്ട് ബൂമായിട്ട് വരുന്നത്. ആൻഡ് അത് ഡയറക്ട്ലി ഈസ് സപ്പോർട്ടിങ് ദി എൻവയൺമെന്റ്. സെയിം തിങ് ആണ് സസ്റ്റൈനബിലിറ്റി എല്ലാം. ബിക്കോസ് നാളെ എനിക്ക് 10 മിനിറ്റിനുള്ളിൽ വീട്ടിൽ ഡെലിവറി വേണമെന്ന ആവശ്യമാണോ, അത് ഭൂമി രക്ഷിക്കുന്നതാണ് ആവശ്യമാണോ? ബിക്കോസ് ഡെഡ് പ്ലാനറ്റിൽ ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എല്ലാം നല്ലതാണ്. പക്ഷെ സസ്റ്റൈനബിലിറ്റി വരുന്നതിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് ഗ്രാജുവേറ്റ്സ് ആയാലും എല്ലാവർക്കും ഇപ്പം സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഏരിയയാണ്. ഐ വാണ്ട് ടു ഡു സംതിങ്, ഐ വാണ്ട് ടു ഡു മൈ ബോസ്.
പക്ഷെ ഇത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. സോ ഒരു പേർപ്പസ് വെച്ചിട്ട് വേണം യു ഹാവ് ടു സ്റ്റാർട്ട് സംതിങ് എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ഒരു പേർപ്പസ് ഉള്ള കാരണം, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ കാരണമാണ് വി ഫൗണ്ടഡ് ദിസ്. വി നെവർ ഫൗണ്ടഡ് എനിക്ക് അടുത്ത ഒരു വർഷത്തിൽ 1 കോടി ഉണ്ടാക്കണം, 10 കോടി ഉണ്ടാക്കണം, 50 കോടി ഉണ്ടാക്കണം. നമ്മളുടെ പേർപ്പസിൽ അലൈൻ ചെയ്ത് ആൾക്കാരും ടീമും ഇൻവെസ്റ്റേഴ്സും വരുമ്പോൾ എവ്രി വൺ ബിലീവ്സ് ഓൺ ദാറ്റ് പേർപ്പസ് അവിടെ ഉണ്ടെങ്കിൽ യു വിൽ ഗ്രോ ഇവൻച്വലി. സോ സസ്റ്റൈനബിലിറ്റിയിൽ വരുന്ന ആൾക്കാരും ഉള്ള ആൾക്കാരും they're doing a very amazing job. Do it, do not stop, just do it എന്ന് പറയില്ലേ. അപ്പോൾ അതെനിക്ക് പറയാനുള്ളൂ. ആൻഡ് വി ഹാവ് എ വെരി ഹ്യൂജ് സ്കോപ്പ് ഇൻ ദ നെക്സ്റ്റ് 10-20 years ഓഫ് ടൈം, ബിക്കോസ് ക്ലൈമറ്റ് ടെക് ഈസ് സംതിങ് ഭയങ്കര ഒരു ഗ്രോയിങ് ഫേസിലാണ്. ഇന്ത്യയിൽ അത് ഒരു കുറവാണെങ്കിൽ ഐ ബിലീവ് പുറത്തുള്ള കമ്പനീസ് ഇന്ത്യയിൽ വന്ന് EV ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുള്ള കമ്പനീസ് EV സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ. ഡീക്ലട്ടർ കൊച്ചി പോലെയുള്ള ക്യാമ്പയിനുകളും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബെഞ്ച് പോലെ റീസൈക്കിൾ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഇത്തരം നല്ല പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ സൊസൈറ്റിയുടെ ആവശ്യമാണ്. അത്തരം നല്ല പ്രൊഡക്ട്സ് ഒക്കെ ആയിരുന്നു കാർബൺ ആൻഡ് വെയിൽ പോലുള്ള കമ്പനികൾ ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആവട്ടെ, അത്തരത്തിലൊരു സസ്റ്റൈനബിൾ ലിവിങ്ങിലേക്ക് നമ്മുടെ ലോകത്തിന് എത്താൻ പറ്റട്ടെ എന്നുള്ള ആശംസയിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു.